തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ നികുതി പിരിവിനെ ചൊല്ലി ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. സമയബന്ധിതമായി നികുതി പിരിവ് നടത്താതെ ജനങ്ങൾക്ക് മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. എന്നാൽ അധിക ബാധ്യത ഒഴിവാക്കി നികുതി അടയ്ക്കുന്നതിന് ജനങ്ങൾക്ക് പരമാവധി സമയം നൽകിയിരുന്നുവെന്നാണ് LDF ഭരണസമിതിയുടെ വിശദീകരണം. ജൂൺ 30-നുള്ളിൽ കെട്ടിട വസ്തു നികുതി അടയ്ക്കണമെന്ന കോർപ്പറേഷന്റെ കർശന നിർദ്ദേശം രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിയാണ് തൃശൂരിലെ പ്രതിഷേധം. സമയബന്ധിതമായി നികുതി പിരിക്കുന്നതിൽ കോർപ്പറേഷൻ കാട്ടിയ അലംഭാവം ജനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കിയെന്നും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയെന്നുമാണ് ആരോപണം. പ്രശ്നപരിഹാരത്തിനായി നികുതി പിരിക്കുന്നതിന് അധിക സമയം അനുവദിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2016 മുതലുള്ള നികുതിയും അധിക നികുതിയും പലിശയും പിഴപ്പലിശയും 10% സേവന നികുതിയും ലൈബ്രറി സെസ് കൂടി വലിയൊരു തുകയാണ് ഇന്ന് കെട്ടിട ഉടമകളിൽ നിന്നും, അത് ഗാർഹികമായാലും വാണിജ്യ കെട്ടിടങ്ങളായാലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവരടയ്ക്കേണ്ടതല്ല, സത്യത്തിൽ ഇവർ ചെയ്യേണ്ടതല്ല. അതായത് 2019 പിണറായി ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി 16 മുതൽ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ വിസ്തീർണ അടിസ്ഥാനത്തിൽ നികുതി പിരിക്കണം എന്നൊരു വ്യവസ്ഥ വെച്ചു. ഉത്തരവിറക്കി, ഉത്തരവാണത്. അത് 2019 നടപ്പാക്കേണ്ടതാണ്. പക്ഷേ ഈ കോർപ്പറേഷൻ മാത്രം നടപ്പാക്കിയില്ല. അത് നടപ്പാക്കാത്തത് കൊണ്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു. ആ ഓഡിറ്റ് ഒബ്ജക്ഷനിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് അടയ്ക്കേണ്ടത്, കോടിക്കണക്കിന് രൂപയാണ് അവർ ബാധ്യത വരാം. അത് മനസ്സിലാക്കിയ കോർപ്പറേഷൻ മേയറും ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥരെയും സ്വയം രക്ഷപ്പെടാൻ കൂടിയിട്ട് അവർ ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ആരോപണം LDF ഭരണസമിതി തള്ളി. 2018 പ്രളയം, കോവിഡ് വ്യാപനം എന്നിവ കാരണം നികുതി സമയബന്ധിതമായി പിരിക്കാനായില്ലെന്നാണ് വിശദീകരണം. ടാക്സിൻ്റെ പ്രശ്നം 2016 മുതൽ അത് പിരിക്കുമ്പോൾ അതിൻ്റെ പലിശ, പിഴപ്പലിശ എന്നൊക്കെ പറയുമ്പോൾ ഇരട്ടി അതിനേക്കാൾ കൂടുതൽ വരും. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ട് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കുക. അങ്ങനെ വന്നാൽ ഇപ്പോൾ 40,000 ടാക്സ് നിൽക്കുന്നവന് അത് 20,000 ഒക്കെ ആയിട്ട് കുറയും. അപ്പോൾ ഗവൺമെൻറ് അംഗീകാരം തന്നു. മാർച്ച് 31 വരെ അതിന് അനുമതി തന്നു. മാർച്ച് 31 വരെ ഒരുപാട് ആളുകൾ അടച്ചു. പല നിലയിലും മാനുവലായിട്ട് എടുത്തു, അല്ലാതെയും ഒക്കെ എടുത്തപ്പോൾ ആ ആളുകൾക്കൊക്കെ ടാക്സിൽ നല്ല കുറവ് വന്നു. മാർച്ച് 31 കഴിഞ്ഞ് പിന്നീട് സർക്കാർ നീട്ടണം എന്നാവശ്യപ്പെട്ടപ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്നു. കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്നാൽ പിന്നെ സർക്കാർ ആ സമയത്ത് നീട്ടിക്കൊടുക്കുന്നത് അത് നിയമവിരുദ്ധവും. കെട്ടിടങ്ങളുടെയും വസ്തുവിന്റെയും വിസ്തീർണം അടിസ്ഥാനമാക്കി മുൻകാല പ്രാബല്യത്തിൽ നികുതി പിരിക്കാൻ 2019 സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി ഇക്കഴിഞ്ഞ മാർച്ച് 31 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.